ഈസി ആയിട്ടൊരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ കാണിച്ചു തരട്ടെ? വായോ. പൈനാപ്പിൾ അരിഞ്ഞ് വെക്കുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ചീകിയിടുക. ശർക്കര അമിതമായി ഇടുക, കാരണം തൈര് ഒഴിക്കുമ്പോൾ മധുരം കുറയും അതുകൊണ്ട്. എന്നിട്ട് ഇത് അടുപ്പത്ത് വേകാൻ വെക്കുക. പൈനാപ്പിൾ അത്യാവശ്യം നല്ല സമയമെടുക്കും വെന്ത് കിട്ടാൻ. അത് വേകാൻ വെച്ചിട്ട് നമ്മുടെ കൂട്ട്, അതായത് തേങ്ങ, മുളക്, ഒരു 2 മുളക് മതി, പിന്നെ കടുക്, ജീരകം. കടുക് നമുക്ക് സെപ്പറേറ്റും ചതച്ചെടുക്കാം. അത് നന്നായി മിക്സിയിൽ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് പൈനാപ്പിൾ വെന്ത് കിട്ടാൻ. നല്ലപോലെ വെന്ത് കിട്ടണം. എന്നിട്ട് നമ്മുടെ അരപ്പ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കും. ആ അരപ്പ് വെന്ത് വന്ന പൈനാപ്പിളിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ലോ ഫ്ലെയിമിലിടും, കാരണം തേങ്ങ വെന്ത് കിട്ടണമല്ലോ. ഇനിയും ലോ ഫ്ലെയിമിൽ കുറേ നേരം ഇടുക, അപ്പോൾ തേങ്ങ വെന്ത് കിട്ടും. എന്നിട്ട് അത് തണുക്കാൻ മാറ്റി വയ്ക്കുക. അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റി വയ്ക്കണം, അതേ അടുപ്പിൽ വെക്കൽ. ഇനി തൈര് പൊട്ടിച്ചൊഴിക്കുക. തൈരൊന്നും ചെയ്യേണ്ട, ഡയറക്റ്റ് തണുത്ത നമ്മുടെ പൈനാപ്പിളിൻ്റെ കൂട്ടിലേക്ക് തൈര് ആഡ് ചെയ്യുക, തണുത്തതിന് ശേഷം മാത്രം. എന്നിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില താളിക്കാനായിട്ട് റെഡിയാക്കുക. അത് എന്നിട്ട് പച്ചടിയുടെ മുകളിലിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ, ബൈ ബൈ.